USS പരിശീലനത്തിന്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മലയാളം സെക്കൻഡുമായി ബന്ധപ്പെട്ട് USSൽ ചോദിക്കുന്ന കുറേ അധികം ചോദ്യങ്ങളാണ്. ഓക്കെ, അതായത് അടിസ്ഥാന പാഠാവലിയിൽ നിന്നും മലയാളം BTയിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. ചോദ്യങ്ങൾ തയ്യാറാക്കിയത് ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരി. നോക്കുക, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നോക്കുക, പേപ്പർ കോഡ് കൊടുത്തിട്ടുണ്ട്, സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 14 ചോദ്യങ്ങളാണ് ഉള്ളത്. സീരിയൽ നമ്പർ 14 to 24. ഓക്കെ, 14 to 24. നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് 14 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 14 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. നോക്കാം, നമുക്ക് എല്ലാ ചോദ്യങ്ങളിലൂടെയും ഒന്ന് കടന്നു പോകാം. ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ ഇതാണ് അഴകിതേ സത്യം, ഇതു ശീലിക്കൽ ധർമ്മവും. ഓക്കെ, ഒരു കവിതയുടെ വരികളാണ് നൽകിയിട്ടുള്ളത്. 4 വരികൾ നൽകിയിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക. ഇത് ആരുടെ വരികളാണ് എന്നതാണ് ചോദ്യം. ഇത് ആരുടെ വരികളാണ്? ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ബി ജി കുമാരപിള്ള, സി കുമാരനാശാൻ, ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഈ വരികൾ ആരുടേതാണ് എന്നാണ് ചോദ്യം. തീർച്ചയായും ഉത്തരം ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തത്തിന്റെ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. ഇത് നമ്മൾ മലയാളത്തിന്റെ ഒരു വീഡിയോയിൽ ഇതേപോലത്തെ ഒരു ചോദ്യം പരിചയപ്പെട്ടതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണിത്. നിങ്ങൾക്ക് അറിയാവുന്ന പാഠഭാഗങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച ഒരു വ്യക്തിയായിരിക്കും ഇതിൽ നൽകുക. സൂചനകളിലേക്കൊന്ന് കടന്നു പോകാം. 3 സൂചനകളാണ് നൽകിയിട്ടുള്ളത്. നൂറ്റാണ്ടിന്റെ ഏഷ്യക്കാരൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത് ലോക സിനിമയുടെ ചക്രവർത്തി. ലോക സിനിമയുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നു. 3 ദൃശ്യഭാഷയുടെ ഷേക്സ്പിയർ. 3 സൂചകങ്ങളാണ് നൽകിയിട്ടുള്ളത്. വളരെ പ്രശസ്തമായ 3 സൂചകങ്ങളാണ്. അദ്ദേഹത്തെ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള 3 സൂചകങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ എ AR റഹ്മാൻ, ബി സത്യജിത് റായ്, സി അകിറ കുറോസോവ, ഡി മജീദി മജീദ്. ഓക്കെ, ആരാണ് ഈ ഒരു വ്യക്തി എന്നാണ് നമ്മൾ പറയേണ്ടത്. ഉത്തരം അകിറ കുറോസോവ. നമ്മളെ പാഠഭാഗത്തിൽ വളരെ കൃത്യമായി പഠിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അകിറ കുറോസോവ. അവരുമായി ബന്ധപ്പെട്ട 3 സൂചകങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് നോക്കുക, നൂറ്റാണ്ടിന്റെ ഏഷ്യക്കാരൻ അല്ലേ? ലോക സിനിമയുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ദൃശ്യഭാഷയുടെ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സി അകിറ കുറോസോവ. ദെൻ അടുത്തൊരു ചോദ്യം നോക്കുക, 13ാമത്തെ ചോദ്യം, ബഷീറിൻ്റെതല്ലാത്ത കൃതി ഏത്? ബഷീറിൻ്റെതല്ലാത്ത കൃതി ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ചിരിക്കുന്ന മരപ്പാവ, ബി ആനപ്പൂട, സി വിശപ്പ്, ഡി മഞ്ഞ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം കൂടിയാണിത് അല്ലേ? ബഷീറിൻ്റെതല്ലാത്ത കൃതി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു കൃതി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആരെഴുതിയതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ഏതാണ് കൃതി? യെസ്, ഇതിന് ബഷീറിന്റെ കൃതികൾ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണമെന്നില്ല. ചിരിക്കുന്ന മരപ്പാവ, ആനപ്പൂട, അതേപോലെ വിശപ്പ്, ഇതാണ് ബഷീറിന്റെ കൃതികൾ. മഞ്ഞ് MTയുടെ ഒരു നോവലാണ്. MT വാസുദേവൻ നായരുടെ ഒരു നോവലാണ് മഞ്ഞ്. അപ്പോൾ ഉത്തരം ഡി മഞ്ഞ്. ദെൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിരവധിയായ നമ്മൾ പരിശീലന ക്ലാസ്സുകളിലും അല്ലെങ്കിൽ പരിശീലന പേപ്പറുകളിലൊക്കെ നമുക്ക് കൃത്യമായി പരിചയപ്പെട്ടു പോയൊരു ചോദ്യം കൂടിയാണിത്. മുൻവാതിൽ വെറുതെ ചാരിയേക്കും. ഓക്കെ, മുൻവാതിൽ വെറുതെ ചാരിയേക്കും. ഈ ഒരു കാഴ്ചപ്പാടിന്റെ സവിശേഷത എന്താണ്? ഈ ഒരു ചോദ്യം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ഓക്കെ, ഓപ്ഷൻ എ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിലുള്ള പരസ്പര വിശ്വാസം, അതാണ് ഇത് തെളിയിക്കുന്നത്. ബി വാതിൽ ചാരി നിൽക്കുക, സി വാതിൽ കുറച്ച് അടയ്ക്കും, ഡി പൂട്ടാതെ പോവുക. ഓക്കെ,
മുൻവാതിൽ വെറുതെ ചാരിയേക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ മുൻവാതിൽ അങ്ങനെ വെറുതെ ചാരുന്നത്? ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ. എന്താണ്? യെസ്, ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിലുള്ള പരസ്പര വിശ്വാസത്തെയാണ്, ആ ഒരു കാഴ്ചപ്പാടിനെയാണ് മുൻവാതിൽ വെറുതെ ചാരിയേക്കും എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് അവരുടെ അത്രയും വിശ്വാസമാണ്, ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ അത്രയും വിശ്വാസമായതുകൊണ്ട് തന്നെ നമ്മൾ മുൻവാതിൽ എന്ത് ചെയ്യേണ്ട, താഴ്ത്ത് പൂട്ടി പോവേണ്ടതില്ല. ആ ഒരു അർത്ഥം കൂടി ഇതിൽ വരുന്നുണ്ട്. മുൻവാതിൽ വെറുതെ ചാരിയേക്കും. ഓക്കെ, ഇത് നമ്മുടെ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ദെൻ അടുത്തൊരു ചോദ്യം, 16ാമത്തെ ചോദ്യം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ LP സെക്ഷനിൽ തന്നെ പഠിച്ചു പോകുന്ന ഒരു ചോദ്യം കൂടിയാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി കത്തി, ഓപ്ഷൻ സി കരി, ഓപ്ഷൻ ഡി കേളിക്കൊട്ട്. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? തീർച്ചയായും ഓപ്ഷൻ ഡി കേളികൊട്ട് അല്ലേ. മറ്റുള്ള മൂന്നും നമ്മുടെ യെസ് കഥകളിയിലെ വേഷങ്ങളാണ്. ഓക്കെ, മൂന്നും കഥകളിയിലെ വേഷങ്ങളാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, രചനാകാലത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏത്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. രചനാകാലത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ എ കൃഷ്ണഗാഥ, വീണപൂവ്, രണ്ടാമൂഴം, മനുഷ്യരാമുഖം. ഓക്കെ, ഓപ്ഷൻ എ കൃഷ്ണഗാഥ, വീണപൂവ്, രണ്ടാമൂഴം, മനുഷ്യരാമുഖം. ബി വീണപൂവ്, കൃഷ്ണഗാഥ, രണ്ടാമൂഴം, മനുഷ്യരാമുഖം. ഓക്കെ, സി കൃഷ്ണഗാഥ, രണ്ടാമൂഴം, വീണപൂവ്, മനുഷ്യനൊരാമുഖം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡി രണ്ടാമൂഴം, കൃഷ്ണഗാഥ, വീണപൂവ്, മനുഷ്യനൊരാമുഖം. ഇതിൽ ഏതാണ് രചനാകാലത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ശരിയായ ക്രമം? ഏതാ ശരിയായ ക്രമം? യെസ്, ഓപ്ഷൻ എ അല്ലേ. ഓപ്ഷൻ എ കൃഷ്ണഗാഥ, വീണപൂവ്, രണ്ടാമൂഴം, ദെൻ ലാസ്റ്റ് അവസാനം എഴുതിയ ഒരു കൃതിയാണ് മനുഷ്യനൊരാമുഖം. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ചോദ്യം കൂടി തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ പ്രയാസമാവും. നിങ്ങളിത് കൃത്യമായി ആ ഓർഡർ പരിചയപ്പെട്ട് പോയിട്ടില്ലെങ്കിൽ അത് വളരെ പ്രയാസമാകും. ഓക്കെ, ദെൻ 18ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ തുള്ളി അധികം ചാടി, ബി മുത്ത് അധികം അണിഞ്ഞു, സി നാമ്പ് അധികം ഉണരുന്നത്, ഡി നിശ്ചലം അധികം ആയൊരു. ഓക്കെ, ഇതിൽ ഏത് സന്ധിയാണ് വരുന്നത്? അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പരിശോധിച്ചു പോവുക. എന്ത് മാറ്റമാണ് ഇതിൽ വരുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. തുള്ളി അധികം ചാടി അല്ലെ, തുള്ളിച്ചാടി. ചാടി എന്ത് ചെയ്യും, ആ ഇരട്ടിപ്പ് അവിടെ വരുന്നുണ്ട്. തുള്ളി അധികം ചാടി, തുള്ളിച്ചാടി അല്ലേ. മറ്റുള്ളത് നോക്കുക, മുത്തണിഞ്ഞു, നാമ്പുണരുന്നത് അല്ലേ, നിശ്ചലമായൊരു. അവിടേക്ക് എന്ത് മാറ്റമാണ് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. ഉത്തരം ഓപ്ഷൻ എ തുള്ളിച്ചാടി. ഓക്കെ, ഏത് സന്ധിയാണ് അവിടെ വന്നത്, അല്ലെ എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടായത്? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത്. അടുത്ത ചോദ്യം, അന്യന്റെ ചെരുപ്പ് നക്കിയുള്ള അല്ലേ, അന്യന്റെ ചെരുപ്പ് നക്കിയുള്ള ഒരു പ്രവർത്തിക്കും പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് മറക്കേണ്ട. ഓക്കെ, ഇവിടെ നോക്കുക, ചെരുപ്പ് നക്കിയുള്ള എന്നുള്ളൊരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെരുപ്പ് നക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, അന്യന്റെ ചെരുപ്പ് നക്കിയുള്ള ഒരു പ്രവർത്തിക്കും പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് മറക്കണ്ട. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? നോക്കുക, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ ചെരുപ്പ് വൃത്തിയാക്കുക, ബി മറ്റുള്ളവരുടെ ചെരുപ്പ് നക്കുക, സി അഭിമാനം വിട്ട് ആശ്രയിക്കുക, ഡി ചെരുപ്പ് നക്കി തുടച്ച് വൃത്തിയാക്കുക. ഓക്കെ, ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? നമ്മൾ നോക്കുക, ചെരുപ്പ് നക്കുക എന്ന് പറഞ്ഞാൽ ചെരുപ്പ് നക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, മറിച്ച് എന്താണ് അതിനോട് ഉദ്ദേശിക്കുന്നത്? യെസ്, അഭിമാനം വിട്ട് ആശ്രയിക്കുക. ഓക്കെ, നമ്മുടെ അഭിമാനം വിട്ട്
മറ്റുള്ളവരെ ആശ്രയിക്കരുത്, അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. ദെൻ 20ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ അക്ഷരമാലാക്രമം പാലിച്ച് എഴുതിയ കൂട്ടമേത്? അക്ഷരമാലാക്രമം പാലിച്ചുകൊണ്ട് എഴുതിയ കൂട്ടമേത്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓപ്ഷൻ എ മോദം, മോദകം, മോന്താഴം, മോന്തുക. ദെൻ ബി മൂത്താശാരി, മുതിര, മൂപ്പൻ, മൂല. ദെൻ ഭാർഗവൻ, ഭാര്യ, ഭാവരൂപം, ഭാരതി. ഡി ഫർലോ, ഫലപ്രാപ്തി, ഫയൽമാൻ, ഫണി. ഓക്കെ, ഏതാണ് ശരിയായ ഉത്തരം? നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതൊക്കെ ഒരേ അക്ഷരത്തിലാണ് ആവർത്തിച്ചു വരുന്നത്, അല്ലേ? ഒരേ അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ഇവിടെ മായിലാണ് തുടങ്ങുന്നത്, ഇവിടെ മായിലാണ് തുടങ്ങുന്നത്. ഭ, ഫ. രണ്ടാമത്തെ അക്ഷരം നോക്കുക. ഓക്കെ, രണ്ടാമത്തെ അക്ഷരം നോക്കുമ്പോൾ ഏതാണ് ശരിയായി അക്ഷരമാലാക്രമത്തിൽ എഴുതിയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതിയിട്ടോ മറ്റുള്ള കാര്യങ്ങളോ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ശരിയായ ഉത്തരം എ ആണ്, മോദം. ഓക്കെ, ത. മോദകം, ദ. മോന്താഴം, മോന്തുക. ഓക്കെ, ഇതാണ് ശരിയായ ക്രമം. ദെൻ 21ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്ത പഴഞ്ചൊല്ല് ഏത്? കൂട്ടത്തിൽ പെടാത്ത പഴഞ്ചൊല്ല് ഏത്? ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പഴഞ്ചൊല്ലുകൾ മൊത്തം നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൻ്റെ അർത്ഥമാണ്, അല്ലേ, ഇതിൻ്റെ ആശയമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. നോക്കാം. എ മരിച്ചാലും മറക്കാത്ത വേല ചെയ്യണം. മരിച്ചാലും മറക്കാത്ത വേല ചെയ്യണം. ദെൻ മുക്കാൽ കാതം എടുത്ത് കാൽ കാതം ഇഴയ്ക്കണ്ട. ഓക്കെ, മുക്കാൽ കാതം എടുത്ത് കാൽ കാതം ഇഴയ്ക്കണ്ട. ദെൻ സി മുക്കിച്ചു വന്നാൽ നക്കി തിന്നാം. ഓക്കെ, മുക്കിച്ചു വന്നാൽ നക്കി തിന്നാം. ഓക്കെ, ദെൻ ഡി അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ? ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും, അല്ലേ? അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ എന്നതാണ് ശരിയല്ലാത്ത പഴഞ്ചൊല്ല്, അല്ലേ? നോക്കുക, ഇത് മൂന്നും ഒരേ ടൈപ്പ് ഓഫ് പഴഞ്ചൊല്ലുകളാണ്, അല്ലേ? ഒരേ ആശയം വരുന്ന പഴഞ്ചൊല്ലുകളാണ്. ഇത് അതിന് എതിരായി വരുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ഓപ്ഷൻ ഡി. അപ്പോൾ 21 തെറ്റായ പഴഞ്ചൊല്ല് അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്ത പഴഞ്ചൊല്ല് ഓപ്ഷൻ ഡി, അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണോ എന്നുള്ള പഴഞ്ചൊല്ലാണ്. ദെൻ താഴെ തന്നിരിക്കുന്നവയിൽ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഉള്ളിൽ വൈരമായിരുന്നെങ്കിലും പുറമെ അവർ സ്നേഹഭാവം നടിച്ചു. ഉള്ളിൽ വൈരമായിരുന്നെങ്കിലും പുറമെ അവർ സ്നേഹഭാവം നടിച്ചു. ഓക്കെ, ദെൻ പണ്ടുകാലത്ത് കൊരട്ടിയാറ് എന്നറിയപ്പെടുന്ന മണിമലയാറ് പുരാതന കാലത്ത് കൊക്ക എന്ന പേരിൽ ഒരു തോടായിരുന്നു. ദെൻ സി എത്ര തവണ ശ്രമിച്ചാലും യാഥാർത്ഥ്യം മറയ്ക്കപ്പെടുകയില്ല. ഡി ദരിദ്രന്മാരുടെയും പാവപ്പെട്ടവരുടെയും കഷ്ടപ്പാടറിഞ്ഞ് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളും വ്യക്തികളും മുന്നോട്ട് വരണം. ഇതിൽ ശരിയായ ക്രമം ഓപ്ഷൻ എ. ഓക്കെ, ഉള്ളിൽ വൈരമായിരുന്നെങ്കിലും പുറമെ അവർ സ്നേഹഭാവം നടിച്ചു. ഓക്കെ, അതാണ് ശരിയായ ക്രമം. നിങ്ങൾ വായിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഉത്തരം ഇതാണ്, ഓപ്ഷൻ എ. ഉള്ളിൽ വൈരമായിരുന്നെങ്കിലും പുറമെ അവർ സ്നേഹഭാവം നടിച്ചു. ദെൻ അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ സച്ചിദാനന്ദൻ, നെല്ല് കൂമൻകൊല്ലി. കൃതിയും കർത്താക്കളും. ബി കടമ്മനിട്ട, ദേശാടനം, കവിബുദ്ധൻ. ഈ കൃതികളാണ്. പി വത്സര, പുരുഷസൂക്തം, കുറത്തി. ഡി തകഴി, എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഉത്തരം ഇതാണ്, തകഴി, എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ. നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന സാഹിത്യകാരന്മാരെ പറ്റിയിട്ടുള്ള ഒരു ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പാഠവുമായി ബന്ധപ്പെട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ആ ഒരു സാഹിത്യകാരൻ, ആ കവി ആരാണ്, അതോടൊപ്പം അവരുടെ കൃതികൾ ഏതാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ചോദ്യം, 24ാമത്തെ ചോദ്യം. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. വാക്കുകൾ ഇതായിരിക്കില്ല,
പക്ഷേ അക്ഷരത്തെറ്റില്ലാതെ എഴുതിയ പദം ഏത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത്. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളിലൂടെയും ഒന്നുകൂടി കടന്നു പോവുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എന്നെ നേരിട്ട് അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലിൽ നിരവധിയായ USS LSSുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാനൽ കയറിയിട്ട് ആ വീഡിയോകൾ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. LSS അതോടൊപ്പം USSുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അതോടൊപ്പം ചാനൽ നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.